85,327 55,327 അല്ല കേട്ടോ, 85,327 85327 85327 എന്താണത്? ആർക്കെങ്കിലും അറിയോ? അത് മറ്റൊന്നുമല്ല, ഇന്നലെ വന്ന റിസൾട്ടിൽ മലപ്പുറം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കുഞ്ഞാപ്പയുടെ ഭൂരിപക്ഷമാണ്. കുഞ്ഞാപ്പയുടെ ഭൂരിപക്ഷം പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞാപ്പക്ക് ആകെ കിട്ടിയ വോട്ടുകളുടെ എണ്ണമല്ല 85,327, മറിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കുഞ്ഞാപ്പാൻ്റെ ഭൂരിപക്ഷം മാത്രം. എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥിയെക്കാളും കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കൂടുതൽ ലഭിച്ച വോട്ടുകൾ, അതാണ് 85,327. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും ഇത് മലപ്പുറം പാർലമെൻറ്റ് ഇലക്ഷനിൽ നടന്നതായിരിക്കും. അല്ലടോ, ഇത് ഇന്നലെ റിസൾട്ട് വന്ന മലപ്പുറം അസംബ്ലി മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ ഭൂരിപക്ഷമാണ് 85,327 എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഫിഗറൊക്കെ നമ്മൾ കാണുന്നത് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോഴാണ്. കാരണം അവിടെ ഒരുപാട് വോട്ടർമാരുണ്ടല്ലോ, ഒരുപാട് അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നത്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, 140 അസംബ്ലി മണ്ഡലങ്ങളുള്ളപ്പോൾ അതിൻ്റെ എത്രയോ 7/1 എന്നൊക്കെ പറയുന്ന പോലെ എത്രയോ കുറഞ്ഞ 20 ആ ഒരു റേഞ്ചിലാണ് ഈ പറയുന്ന പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്, മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മലപ്പുറം അസംബ്ലി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചാണക്യൻ കുഞ്ഞാപ്പ, ഞാൻ ആ ചാണക്യൻ മലപ്പുറത്തിൻ്റെ സുൽത്താൻ എന്നൊക്കെയുള്ള പേരങ്ങോട്ട് മാറ്റുക, കുഞ്ഞാപ്പ ദ മൂത്താപ്പ, കുഞ്ഞാപ്പ ദ മൂത്താപ്പ, കുഞ്ഞാപ്പ ദ മൂത്താപ്പ, അതാണ് കുഞ്ഞാപ്പ തന്നെ. 85,327. ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം നേടിയ ഒരു സ്ഥാനാർത്ഥി ആരും ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഉണ്ടായില്ല. കുഞ്ഞാപ്പാനേക്കാളൊക്കെ പ്രഗത്ഭരായിട്ടുള്ള പല രീതിയിലുള്ള ആളുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്ന് വരെ ഈ 85,000 എന്ന് പറയുന്ന ഫിഗറിലേക്ക് ഭൂരിപക്ഷം എത്തിയ ഒരു വ്യക്തി അസംബ്ലി മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. 85,327 കുഞ്ഞാപ്പ ദ മൂത്താപ്പ എന്ന് പറഞ്ഞാൽ മെജോറിറ്റിയുടെ കാര്യത്തിൽ അല്ലടോ, കേരള രാഷ്ട്രീയത്തിലെ തന്നെ മൂത്താപ്പയാണ്. മെജോറിറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ മൂത്താപ്പയാണ് കുഞ്ഞാപ്പ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മലപ്പുറത്തിൻ്റെ മണ്ണിൽ വന്നിട്ട് ഇത്രയും നാൾ കുഞ്ഞാപ്പ വേങ്ങരയിലായിരുന്നു മത്സരിച്ച്. അപ്പോൾ മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് മണ്ഡലം മാറിയ കുഞ്ഞാപ്പാക്ക് അങ്ങനെ അങ്ങ് മോശമാക്കാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതായിരുന്നു ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ ഒരു വികാരം എന്ന് പറയുന്നത്. ഞാനത് ലീഗുകാരുടെ മാത്രം വികാരം ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം ഈ ഒരു വിജയം കുഞ്ഞാപ്പാക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഇന്നലെ ഈ ഒരു ഇത് കണ്ടപ്പോൾ, ഏത് 85,327 എന്നൊരു ഭൂരിപക്ഷം കണ്ടപ്പോൾ ഞാൻ നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്, ആ സുഹൃത്തുക്കളെ വിളിച്ചു, ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഇത്രയും വലിയ ഭൂരിപക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? നിങ്ങൾ എല്ലാ വീടും കയറിയോ? അതോ ഓരോ വോട്ടർമാരെയും 2 ലക്ഷത്തിലധികമേറ്റ വോട്ടർമാരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, ടോട്ടല് പോൾ ചെയ്തതല്ല, ടോട്ടൽ. അപ്പോൾ 2 ലക്ഷത്തോളം വോട്ടർമാരുണ്ട് മലപ്പുറം അസംബ്ലിയിൽ. ഈ 2 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ ഓരോരുത്തരെയും പ്രത്യേകം പോയി കണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അങ്ങനെ ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ?
ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നിങ്ങൾ ഓരോ വീടുകളും കയറി വോട്ട് ചോദിച്ചോ, അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും കണ്ട് വോട്ട് ചോദിച്ചോ? എങ്ങനെ ഇത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്നോട്, ഞങ്ങൾ ഒരു വീടും കയറിയിട്ടില്ല എന്നാ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്ത് എല്ലാ ഇടങ്ങളിലും പ്രചരണത്തിന് പോലും എത്തിയിട്ടില്ല എന്നാ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിവിധ ഇടങ്ങളിൽ, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു വലിയ വീടുകൾ കയറിയുള്ള ഒരു പ്രചരണം അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൽ ഉണ്ടായിട്ടില്ല. പ്രവർത്തകർ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എല്ലാ വീടുകളും കയറിയിട്ട് പോലും ഇല്ല എന്നാ. അവസാനമായിട്ട് അവർ വീടുകൾ കയറിയത് ഈ പറയുന്ന സ്ലിപ്പ്, നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു സ്ലിപ്പ് ഉണ്ടല്ലോ, ആ സ്ലിപ്പ് വിതരണം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ എല്ലാ വീടുകളും കയറിയത്. അതല്ലാതെ ഞങ്ങൾ കുറച്ച് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, കുറച്ച് ഫ്ലെക്സ് ഉയർത്തി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ വീടുകൾ കയറിയൊന്നും ഞങ്ങൾ വോട്ട് ചോദിച്ചില്ല. അത് മലപ്പുറത്തിൻ്റെ മണ്ണാണ്, ആ മണ്ണ് ഹരിത പതാകയുടെ മണ്ണാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ നെട്ടി. കാരണം ഒരു കാടിളക്കിയുള്ള പ്രചരണം നടത്തിയാൽ പോലും ലഭിക്കാത്ത ഒരു ഭൂരിപക്ഷം, 85,327 എന്ന് പറയുന്ന ഒരു ഫിഗർ, ആ ഫിഗറിലേക്ക് എത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ കാരണം. ഇപ്പോൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ തന്നെ സ്ഥാനാർത്ഥി പി ഉബൈദുള്ള ഇതേ മലപ്പുറത്തായിരുന്നു മത്സരിച്ചത്. പി ഉബൈദുള്ളക്ക് അന്ന് ടോട്ടൽ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് 1,61,825 വോട്ടുകളാണ്. അതിൽ ഉബൈദുള്ളക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 93,166 വോട്ട്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് 35,208 വോട്ട്. ഈ 35,208 വോട്ട് എന്നുള്ളതിൽ നിന്നാണ് 85,327 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 50,000+ എന്ന ഒരു മാർജിനിലേക്ക് 50,000 മുകളിലേക്കുള്ള വർധന, 50,000 കൂടി ആഡ് ചെയ്തു, 32,000 കൂടെ 50,000 മുകളിലേക്ക് ആ ഒരു ഈ പറയുന്ന ഭൂരിപക്ഷം ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. 35,000 ആയിരുന്നു ഉബൈദുള്ളക്ക് കിട്ടിയ ഇത്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് 85,000. അപ്പോൾ 85 - 35 50 എന്ന് പറഞ്ഞാൽ 50,000 വോട്ടുകൾ എക്സ്ട്രാ ഭൂരിപക്ഷത്തിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എക്സാക്റ്റ് പോൾ ചെയ്ത വോട്ടുകൾ മലപ്പുറത്ത് എത്രയാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ടോട്ടൽ എത്ര ലഭിച്ചു, എതിർ സ്ഥാനാർത്ഥിക്ക് രണ്ടാം സ്ഥാനത്തെത്തിയ ആൾക്ക് ടോട്ടൽ എത്ര കിട്ടി എന്നുള്ള കണക്കുകളൊന്നും ഇപ്പോഴും അവൈലബിൾ അല്ല. അത് കിട്ടിക്കഴിയാൽ, ഞാൻ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ അവൈലബിൾ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇനി അപ്ഡേറ്റ് ആവാനുണ്ട്. അപ്പോൾ അതുകൂടി കിട്ടിക്കഴിയുമ്പോൾ ഇത്തവണ എത്ര വോട്ട് പോൾ ചെയ്തു, അതിൻ്റെ എത്ര ശതമാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പിടിച്ചു എന്നുള്ളത് മനസ്സിലാകും. എനിക്ക് തോന്നുന്നത് ഈ പോൾ ചെയ്തതിൻ്റെ ഒരു 90%, ഒരു 80, 85, 90% വോട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കുഞ്ഞാപ്പ ദ മൂത്താപ്പ എന്ന് പറയാൻ കാരണം. ഇനിയിപ്പോൾ UDFൻ്റെ ഗവൺമെൻറ് വരാൻ പോവുകയാണ്. ഉറപ്പായിട്ടും മന്ത്രിസഭയിലെ രണ്ടാമൻ അത് കുഞ്ഞാപ്പയായിരിക്കും. കുഞ്ഞാപ്പ മന്ത്രിസഭയിൽ ഉണ്ടാകും, മന്ത്രിസഭയിലെ രണ്ടാമൻ അത് കുഞ്ഞാപ്പയായിരിക്കും. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ. ഫസ്റ്റ് മുഖ്യമന്ത്രി, സെക്കൻഡ് വൺ അത് കുഞ്ഞാപ്പയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പം മലപ്പുറത്ത് ലീഗിൻ്റെ പ്രവർത്തകരുടെ മുന്നിൽ ഞാനിങ്ങനെ സാഷ്ടാംഗം നമിക്കുക, വേറൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത് ഒരു അവരോട് വലിയ ബഹുമാനം തോന്നുന്നു. കാരണം ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം അത് സമ്മാനിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതും ഈ കാടിളക്കിയുള്ള പ്രചരണങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കും വന്ന് മത്സരിക്കാൻ പാടില്ല, നിങ്ങൾ വോട്ട് ചോദിക്കാൻ പാടില്ല, നിങ്ങൾ പ്രചരണം നടത്താൻ പാടില്ല, അങ്ങനെയുള്ളതോ കള്ളവോട്ടോ കിള്ളവോട്ടോ ഒന്നുമല്ല. വളരെ സുതാര്യമായിട്ട് ആർക്കും വന്ന് വോട്ട് ചോദിക്കാം, ഏത് എതിർ സ്ഥാനാർത്ഥിക്കും വോട്ട് ചോദിക്കാം, ഏത് എതിർ സ്ഥാനാർത്ഥിക്കും പ്രചരണങ്ങൾ നയിക്കാം, ആർക്കും പോസ്റ്റർ ഒട്ടിക്കാം, ആർക്കും എന്തും ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുത്തിട്ട് ഞാനത് പറയാനുള്ള കാരണം, ചില ഇടങ്ങളിൽ, എസ്പെഷ്യലി കണ്ണൂർ ജില്ലയിലെ ചില ഇടങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പാണെങ്കിലും ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ എല്ലാ തെരഞ്ഞെടുപ്പാണെങ്കിലും അവിടങ്ങളിലൊക്കെ നടന്നു പോരുന്ന ചില രീതികളുണ്ട്. എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ പറ്റൂല,
ബൂത്തിലേക്ക് കയറാൻ പറ്റൂല, ബൂത്ത് ഏജൻറ്റിന് ബൂത്തിൽ ഇരിക്കാൻ പറ്റൂല, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നല്ല. ഇവിടെ ആർക്കും കുഞ്ഞാപ്പാക്കെതിരെ മത്സരിച്ച ആർക്കും വരാം, വോട്ട് ചോദിക്കാം, ബൂത്ത് ഏജൻറ്റിന് വരാം, പ്രചരണങ്ങൾ നടത്താം, നോട്ടീസ് കൊടുക്കാം, ബൂത്തിൽ വന്നിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുത്തിട്ടും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടതിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം കുഞ്ഞാപ്പാക്ക് നൽകിയ മലപ്പുറത്തിൻ്റെ മക്കൾക്ക് അതൊരു അഭിനന്ദനം നമ്മൾ അറിയിക്കണമല്ലോ. ഓഫ് കോഴ്സ് അറിയിച്ചല്ല മതിയാകും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഇന്ന് വരെ എത്ര കാലമായി? എത്രാമത്തെ നിയമസഭയാണ് ചേരാൻ പോകുന്നത് അല്ലേ? 10, 16, 17 ആയില്ലേ? ഇത് 17ാമത്തതല്ലേ വരാൻ പോകുന്നത്. ഇപ്പം ഇത്രയും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടും കഴിഞ്ഞിട്ടും ഈ നിമിഷം വരെ കുഞ്ഞാപ്പാൻ്റെ ഇപ്പം ലഭിച്ച ആ ഭൂരിപക്ഷം മറികടക്കാനുള്ള, അല്ലെങ്കിൽ അതോടൊപ്പം എത്തിയ അതിൻ്റെ അടുത്ത് പോലും എത്തുന്നതില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഭൂരിപക്ഷം സമ്മാനിച്ചത് ഈ പാർട്ടിയാണ്, ഈ പാർട്ടിയുടെ പ്രവർത്തകരാണ്, ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയവരാണ്, ഹരിത പതാകയെ നെഞ്ചിലേറ്റിയവനാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, കുഞ്ഞാപ്പ ദ മൂത്താപ്പമാർ കുറേ ആളുണ്ടാവും. ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ നമ്മളെല്ലാവരും പഠിച്ചവരാണല്ലോ. അപ്പം നമ്മൾ അവിടെ THE ദ മൂത്താപ്പ അല്ലെങ്കിൽ ദ പെൻ, ദ ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് കുഞ്ഞാപ്പ ദ മൂത്താപ്പ അല്ലേ? എനിക്കും നിങ്ങൾക്കും ഒക്കെ മൂത്താപ്പന്മാരുണ്ടാകും. മൂത്താപ്പ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ ഫാദറിൻ്റെ, പിതാവിൻ്റെ, ഉപ്പാടെ, അച്ഛൻ്റെ ഒക്കെ ജ്യേഷ്ഠൻ അല്ലേ? അവരെയാണ് മൂത്താപ്പ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? ഇപ്പം നമ്മൾ വല്യച്ഛൻ എന്ന് വിളിക്കും ചില ആളുകൾ അല്ലേ, വല്യച്ഛൻ. അതുപോലെ ദ മൂത്താപ്പ, ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് ദ മൂത്താപ്പമാരുടെ മൂത്താപ്പ, ദ മൂത്താപ്പ, മനസ്സിലായില്ലേ? ദ പെൻ, ദ ബുക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ദ ഫോൺ, ആ സ്പെസിഫിക് ആയിട്ടുള്ള അതാണ് ദ മൂത്താപ്പ എന്ന് ഞാൻ പറയാൻ കാരണം. എന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പ ദ മൂത്താപ്പ, മൂത്താപ്പമാരുടെ മൂത്താപ്പ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ കുഞ്ഞാലിക്കുട്ടിയെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്.